ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്യാൻവാസ് ഉണ്ടാക്കാം, അതും ലൈനിങ് ക്ലോത്ത് കൊണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബേസായിട്ട് കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഫോം ഷീറ്റോ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഫോം ഷീറ്റുള്ള ഒരു ഫോം ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാർഡ്ബോർഡ് ആണെങ്കിൽ കുറച്ച് കട്ടിയുള്ളൊരെണ്ണം നോക്കിയെടുക്കാം. ഇനിയിപ്പോൾ കാർഡ്ബോർഡിൻ്റെ മുകളിൽ എന്തെങ്കിലും സർഫേസ് അത്ര സ്മൂത്ത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഫോം ബോർഡ് ആയത് കാരണം അതിൻ്റെ സർഫേസ് നല്ല സ്മൂത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ മെയിൻ സംഭവം ലൈനിങ് ക്ലോത്താണ്. അപ്പോൾ ലൈനിങ് ക്ലോത്ത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു ചുരിദാറോ മറ്റോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ലൈനിങ് ക്ലോത്ത് വാങ്ങിക്കാറുണ്ടല്ലോ. ഒരു 20-30 രൂപയേ ഉള്ളൂ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്തിന്. അപ്പോൾ നമുക്ക് അത്രയും വലുതൊന്നും വേണ്ട, ഒരു ചെറിയൊരു പീസ് മതി. അപ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി തന്നെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആ ലൈനിങ് ക്ലോത്ത് ഒരിക്കലും നനക്കോ മറ്റോ ചെയ്യരുത്. നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് പോയി കിട്ടും. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത്. വാങ്ങിക്കുന്നത് എങ്ങനെയാണോ, വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എടുക്കാം. എന്നിട്ട് നല്ലപോലെ അയൺ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ബേസ് എടുക്കുക. കാർഡ്ബോർഡോ ഫോം ബോർഡോ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ ജാമൊക്കെ സ്പ്രെഡ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഗമ്മ്. അപ്പോൾ ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുക്കാം. ഒട്ടും ചുളിവോ മറ്റോ വരാതെ ദേ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യല്ല, ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ വലിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ചുളിവും ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ചുളിവുണ്ടെങ്കിൽ അത് ആദ്യമേ അയൺ ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നേരെ ബാക്ക് സൈഡോട്ട് വെക്കാം. ബാക്ക് സൈഡ് ഇങ്ങനെ തിരിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ ആ ഒരു നീളവും വീതിയൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം കട്ട് ചെയ്തൊക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിൽ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല, ഗ്ലൂ നമുക്ക് വല്ലാതെ അങ്ങ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിലൊന്ന് ഒട്ടി കിട്ടുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫോം ബോർഡിൻ്റെ ബാക്ക് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ബാക്ക് അത്യാവശ്യം കുറച്ച് ക്രാക്കൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, മുൻപ് നല്ല സ്മൂത്താണ്, ഫ്രണ്ട് വരുന്നത് നല്ല സ്മൂത്താണ്. അതുകൊണ്ട് ഞാൻ അത് നല്ല സ്മൂത്തായിട്ടുള്ള ഭാഗം ഫ്രണ്ടിലാക്കി ഇത്തിരി ക്രാക്ക് വരുന്ന ഭാഗം ബാക്കിലാക്കി എടുത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ബാക്കിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കാം. വലിച്ചൊട്ടിക്കണം കേട്ടോ. കാരണം മുൻപിൽ ഇങ്ങനെ ക്ലോത്ത് അധികം ഒന്നും വരാൻ പാടില്ല. വലിച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ മുൻപിൽ നല്ല പോലെ നല്ല വലിഞ്ഞ് നിൽക്കുള്ളൂ. ആ ഒരു ക്ലോത്ത് നല്ല ഒരു ചുളിവൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിച്ചു പിടിച്ചൊട്ടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു പേപ്പർ എടുക്കാം. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ക്യാൻവാസിന് ഇത്ര തിക്നെസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോം ബോർഡിന് അത്യാവശ്യം തിക്നെസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു തിക്നെസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അത് വിചാരിച്ചിട്ട് നല്ലപോലെ തിന്നായി പോയരുത്. അങ്ങനെ നമ്മുടെ ക്യാൻവാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തൊരു പെയിൻറ്റിങ് ചെയ്താലോ? അപ്പോൾ ആദ്യമേ പറയാം, പെയിൻറ്റിങ് എനിക്ക് വലിയ രീതിക്കൊന്നും അറിയില്ല. അപ്പോൾ ഏകദേശം എനിക്ക് അറിയാവുന്നത് പോലെ ഒരു റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിങ് കുളമായ ക്യാൻവാസിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആരും വിചാരിക്കരുത്. കാരണം ക്യാൻവാസിനൊരു കുഴപ്പമില്ല, അത്രയും സ്മൂത്തായിട്ട് എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. എനിക്ക് ആകെ അറിയാവുന്നത് കുറച്ച് കുന്നും മലയും ചെടികളും പൂക്കളും ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഈ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും പെൻസിൽ ഡ്രോയിങ്ങിനേക്കാളും എനിക്ക് എളുപ്പം ഈ രീതിക്കുള്ള പെയിൻറ്റിംഗ് ആണ്. ഇതാകുമ്പോൾ കുറേ കളറൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പം എന്തെങ്കിലുമായിട്ടൊരു ഭംഗി ഉണ്ടാവും, അവസാനം ഒരു ഭംഗിയൊക്കെ തോന്നും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് അങ്ങനെ നടക്കട്ടെ. അതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇടയ്ക്ക് വരുന്ന കമൻറ്റാണ് നമ്മുടെ ഗിവ് അവേ എന്തായി ചേച്ചി എന്നുള്ള കാര്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ 10K സബ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മൾ ഗിവ് അവേ വെക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ടോപ്പ് കമൻറ്റേഴ്സിനെയും പിന്നെ ചില സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ അത് നമ്മൾ ചെയ്യും. പിന്നെ എല്ലാ മാസവും നമുക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇതില്ല. കാരണം നമ്മൾ ഈ ചാനലിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ മാസവും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലാതെ നമ്മൾ ഇടയ്ക്കൊക്കെ സർപ്രൈസ് ആയിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും, അതെന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഗിവ് അവേയുടെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ പെയിൻറ്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് ക്ലോത്ത് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ക്യാൻവാസിലെ പെയിൻറ്റിങ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരേക്കും ബൈ.